കയ്യില്ല എന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഓരോ ബോൾ ഫേസ് ചെയ്യുമ്പോൾ ഞാൻ 1 ബോൾ അറ്റ് എ ടൈം അങ്ങനെ തന്നെ നിൽക്കാറ്. ഇന്ത്യൻ ടീമിലെത്തിയത് തന്നെ ഒരു വേൾഡ് കപ്പ് ടീമിലോട്ടാണ്. അപ്പോഴും ഈ നോർമൽ ക്രിക്കറ്റ് കളിക്കണമെന്നുള്ളൊരു വാശി ഇപ്പോഴും ഉണ്ടായിരുന്നു. സ്പിന്നേഴ്സ് ആരും ഇല്ലാത്തവൻ ചുമ്മാ ബോൾ തന്ന ഒരു മെയിൻ പ്ലെയർ ബാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആളുടെ വിക്കറ്റ് കിട്ടി ബൗൾഡായി. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കൂടുതലും മൈൻഡ് സെറ്റിലാണ് കാര്യം. എനിക്കും ഒരു വിശ്വാസം ഉണ്ടായില്ല ഞാൻ അടിച്ചാൽ പോകുന്നുള്ളതൊക്കെ. പണ്ട് ബാറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരു ടെയിൽ എൻഡറായിട്ടാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് ഇത്രയും കൈയുണ്ട്. ശരി, ഇവിടെ മരുന്ന് തൊട്ട് കൈയില്ലാത്തവരൊക്കെ 6 അടിക്കുന്നത് കാണുമ്പം അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്. ടീമിലെ ഏറ്റവും നല്ല ഫീൽഡേഴ്സിൽ ഒരാളാണ്, ടീംമാനാണ്, നല്ല ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ബാറ്റ് ചെയ്യും. പക്ഷേ അതിനകത്ത് സാർ ഒരിക്കലും നല്ല ബോളറാന്ന് പറഞ്ഞില്ല. ക്രിക്കറ്റാണ് എൻ്റെ ലൈഫ് മൊത്തം. ക്രിക്കറ്റിന് വേണ്ടി ഇപ്പോൾ ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ചു. ഞാൻ ഒരിക്കലും ഇട്ടിട്ട് പോയില്ല ക്രിക്കറ്റിന്. അനീഷിന് കളിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോട്ട് ഏതാ അനീഷെ? എനിക്ക് കവർ ഡ്രൈവ്. സഞ്ജു ഒക്കെ പറയുന്നത് ബോൾ കണ്ട അപ്പം വലിച്ചടിച്ച് അതിർത്തി കിടക്കുക, ആ സ്റ്റൈലാണോ കളിക്കുന്നത്? ഇപ്പം ഞാൻ കുറച്ചും കൂടെ അങ്ങനെയാണ് നോക്കാറ്. പക്ഷേ മിക്കപ്പോഴും ഞാൻ ഇറങ്ങുന്ന സിറ്റുവേഷനൊക്കെ നോക്കിയിട്ട് തന്നെയാണ് കളിക്കാറ്. ഇപ്പോൾ വിക്കറ്റ് കുറച്ച് ഞാൻ ഹോൾഡ് ചെയ്ത് കളിക്കേണ്ട സമയത്താണെങ്കിൽ ഞാൻ അങ്ങനെ വിക്കറ്റിനും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തേ കളിക്കുള്ളൂ. ഒരു സെഞ്ചുറി അടിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആ, ഉണ്ട്. ഏത് കളിയിലായിരുന്നു അത്? ലാസ്റ്റ് ഇയർ സ്റ്റേറ്റ് ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു മുംബൈയിൽ, കേരള ജാർഖണ്ഡ് മത്സരത്തിൽ. 58 ബോൾസ് 1. അത് ഏത് പൊസിഷനിലാണ് ഇറങ്ങി? അത് ഞാൻ 1 ഡൗൺ ഇറങ്ങി. ലാസ്റ്റ് 15 ബോളിലാണെന്ന് തോന്നുന്നു 50 റൺ അടിച്ചത്. ബാക്കി പയ്യെ കളിച്ചത്. ഭിന്നശേഷി ടീമിൽ ഇന്ത്യ കളിച്ചു, കേരള കളിച്ചു, ഇപ്പോഴിതാ KCL കളിക്കാൻ പോകുന്നു. അതായത് ഈ സാധാരണ പ്ലെയേഴ്സിൻ്റെ കൂടെ ഭിന്നശേഷി പ്ലെയേഴ്സൊക്കെ കളിക്കുന്നത് നമ്മളങ്ങനെ കണ്ടിട്ടില്ല. അതൊരു അപൂർവമായിട്ടുള്ള നേട്ടമാണ്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ എൻ്റെ ക്രിക്കറ്റ് കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ അന്നൊന്നും എനിക്ക് ഡിഫറെൻ്റ് ലേബിൾ ക്രിക്കറ്റ് ടീം ഉണ്ടെന്നൊന്നും അറിയത്തുമില്ല. അപ്പം ഞാൻ കളിച്ചു തുടങ്ങിയതൊക്കെ നോർമൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെത്തണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴും എല്ലാം നോർമൽ ഇടുക്കി ടീമിന്, ഡിസ്ട്രിക്ട് ടീമിന് കളിച്ചു ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡെബ്യൂ ചെയ്യുന്നത്. അപ്പോൾ 2017 വരെ ശരിക്കും ഞാൻ നോർമൽ ക്രിക്കറ്റ് മാത്രമേ കളിച്ചിട്ടുള്ളൂ. 2017 അറിയുന്നത് ഇങ്ങനെ ഡിഫറെൻ്റ് ലേബിൾ ക്രിക്കറ്റ് ടീം ഉണ്ടെന്നൊക്കെ. അപ്പോൾ അത് ഇന്ത്യ കളിക്കാൻ പറ്റി. പക്ഷേ അപ്പോഴും ഈ നോർമൽ ക്രിക്കറ്റ് കളിക്കണമെന്നുള്ളൊരു വാശി എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ KCL പോലെ ഇത്രയും വലിയൊരു ലീഗിൽ കിട്ടിയപ്പം വളരെ സന്തോഷം. എന്താ പറയുന്നത്, ഡ്രീം കം ട്രൂ മൊമെൻ്റ് തന്നെയാണ്. കാരണം ഇത്രയും കേരളത്തിലെ ഏറ്റവും വലിയൊരു ബിഗസ്റ്റ് ഫ്രാഞ്ചൈസി ലീഗാണ്. അപ്പോൾ അതിലോട്ട് സെലക്ട് ആകുക എന്ന് പറഞ്ഞാൽ ഓപ്ഷനിലോട്ട് സെലക്ട് ആയപ്പോൾ തന്നെ വലിയ സന്തോഷമായിരുന്നു. കാരണം ഓപ്ഷനിൽ കിട്ടിയില്ലെങ്കിൽ തന്നെ ആ ഓപ്ഷൻ ലിസ്റ്റിലോട്ട് വന്നപ്പോൾ തന്നെ ഒരു ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. പക്ഷേ കിട്ടി. ഇപ്പം കൊച്ചി ബ്ലൂ ടൈഗേഴ്സും വളരെയധികം ഒരു നന്ദിയുണ്ട്. നോർമൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റ്സിൽ തന്നെയാണ് കേരളത്തിലുടനീളം എല്ലാ മേജർ ടൂർണമെൻറ്റ്സിലും കളിച്ചിട്ടുണ്ട്. എനിക്ക് കളിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നും ഉണ്ടായില്ല. കാരണം ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നുള്ളൊരു വേർതിരിവ് എന്തായാലും അവിടെ ഉണ്ടാവില്ല. നമ്മളവിടെ ഫീൽഡ് ചെയ്യുക, പ്രോപ്പറായിട്ട് ഫീൽഡ് ചെയ്യാൻ, ബാറ്റ് ചെയ്യാൻ, ബോൾ ചെയ്യാൻ കഴിഞ്ഞാൽ സെലക്ഷൻ അതൊരു ഡിസബിലിറ്റി അല്ലെങ്കിൽ അതൊരു പ്രശ്നമാവില്ല. സെലക്ഷന് നമ്മൾ പെർഫോം ചെയ്താൽ നമുക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായി. ബാറ്റിംഗ് ഞാൻ കുറച്ച് നാളായുള്ളൂ. ബാറ്റിംഗ് എനിക്കും ഒരു വിശ്വാസം ഉണ്ടായില്ല ഞാൻ അടിച്ചാൽ പോകുന്നുള്ളതൊക്കെ. പണ്ട് ബാറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരു ടെയിൽ എൻഡറായിട്ടാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഡിഫറെൻ്റ് ലേബിൾ ക്രിക്കറ്റിൽ ചെന്നത് അതൊരു ഭയങ്കര ഇൻസ്പിറേഷനായി. കാരണം അവിടെ ചെന്നപ്പോൾ ഓരോ ക്രിക്കറ്റേഴ്സ്, ഇപ്പോൾ എനിക്ക് ഇത്രയും കൈയുണ്ട്, ശരി, ഇവിടെ മരുന്ന് തൊട്ട് കൈയില്ലാത്തവരൊക്കെ 6 അടിക്കുന്നത് കാണുമ്പം അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇതെന്താ ഇപ്പോൾ എനിക്ക് പറ്റാത്ത എന്താണെന്നുള്ള കാര്യം അന്നേരമാണ് ചിന്തിക്കുന്നത്. അപ്പോഴാണ് ആ ഒരു മൈൻഡ് ബ്ലോക്ക് മാറിയതും ഇപ്പോൾ ഒരു കൈക്ക് തന്നെ 6 അടിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം വന്നതും പിന്നെയാണ് ബാറ്റിംഗ് കൂടുതൽ പ്രാക്ടീസ് ചെയ്തതും. സത്യം പറഞ്ഞാൽ ബലത്തിലും ശക്തിയിലും ഒന്നും അല്ല കാര്യം, ഒരു ടെക്നിക്കാണത്, ഒരു ഫ്ലോ ആണത്. അപ്പോൾ അതിൽ ബോൾ അടിച്ച് പുറത്ത് കളയാൻ പറ്റുമെന്നൊക്കെ പിന്നീട് മനസ്സിലായി. KCL കഴിഞ്ഞ വർഷമൊക്കെ സഞ്ജു വരെ കളിച്ച ടീമും കളികളുമാണ്. അപ്പോൾ അതിൽ പോകുമ്പം പേടിയാണോ അതോ ആവേശമാണോ? പേടിയൊന്നുമില്ല. കാരണം ഒരു ആവേശം തന്നെയാണ്. അവരെല്ലാം അത്ര വലിയ ലീഗിലോട്ട് വരുമ്പം സഞ്ജു കഴിഞ്ഞ കൊല്ലം കളിച്ച ഫ്രാഞ്ചൈസിയാണ്. സഞ്ജുവിൻ്റെ ബ്രദർ സാലി ആണ് ക്യാപ്റ്റനായിട്ട് ഉള്ളത്. അപ്പം അതൊക്കെ ഭയങ്കര ഒരു ആ ടീമിലോട്ട് കിട്ടിയത് ബേസിൽ തമ്പിയുണ്ട്. അപ്പം എല്ലാവരെയും അറിയാം. ആ ലീഗിലോട്ട് കളിക്കാൻ വരുന്ന ഒരു ആവേശം തന്നെയാണ്.
ഈ ഇന്ത്യ 2019 ഭിന്നശേഷി വേൾഡ് കപ്പ് കളിച്ചിരുന്നു. ആ ഓർമ്മകളൊക്കെ എങ്ങനെയാണ് അന്നത്തെ? ഞാൻ ഈ ഡിഫറൻ്റ്ലി ഏബിൾ ടീമിലോട്ട് വരുമ്പം എന്നോട് റോബിൻ സാറാണ് ഇത് പറയുന്നത് ആദ്യമായിട്ട് 2017 ഞാൻ തൃപ്പൂണിത്തുറയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം നോർമൽ ക്രിക്കറ്റ് കളിക്കുന്നത്. അപ്പോൾ ഡിഫറൻ്റ് ലെവലിന് ഒരു സെലക്ഷൻ ഉണ്ട്, കേരള ടീമുണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു ഇതായിരുന്നു. പക്ഷേ ആ ക്രിക്കറ്റ് അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുന്നത് ചലഞ്ചിങ് ക്രിക്കറ്റ് ഒന്നും ആയിരിക്കില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ നിന്നത്. അപ്പോൾ സാറ് പറഞ്ഞു എല്ലാം എന്തായാലും ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ് സാറിൻ്റെ നിർബന്ധത സെലക്ഷൻ ട്രയലിന് പോയി. അപ്പോൾ സെലക്ഷൻ ട്രയൽ ഭയങ്കര ഈസി ആയിരുന്നു. 10-30 പേരെ അന്ന് ആർക്കും അറിയില്ല ഇങ്ങനെ ക്രിക്കറ്റ് ഉണ്ടെന്ന്. സെലക്ഷൻ വന്നത് വളരെ കുറവായിരുന്നു. ഞാൻ കളിക്കുന്നതായിരുന്നു. അപ്പോൾ എന്നെ സെലക്ടേഴ്സിനൊക്കെ അറിയാം. അപ്പം പെട്ടെന്ന് സെലക്ഷനൊക്കെ പെട്ടെന്ന് കിട്ടി. അപ്പോഴും എൻ്റെ വിചാരം ഇത് ഭയങ്കര ഈസിയായി ക്രിക്കറ്റ് ആണെന്നൊക്കെ പറഞ്ഞാണ് ചെല്ലുന്നത്. പക്ഷേ ടൂർണമെൻറ്റ് വന്നപ്പോൾ ആണോ ആന്ധ്ര സൈഡും തമിഴ്നാടും ഒക്കെ അവരുടെ ബോളിങ്ങൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇപ്പോൾ നോർമൽ ക്രിക്കറ്റ് കളിക്കുന്ന ബോളേഴ്സ് എറിയുന്ന പോലെ തന്നെ അല്ലെങ്കിൽ ബാറ്റ്സ്മാൻമാർ ബാറ്റ് ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ് ഇവരും അടിക്കുന്നത്. ആകെ ഫീൽഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഓടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നല്ലാണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര അതൊരു ചലഞ്ചിങ്. അപ്പോൾ ഇന്ത്യൻ ടീമിൽ കളിക്കണം എന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ട്. അപ്പോൾ അതിൽ ഇന്ത്യൻ ടീമിലെത്തിയത് തന്നെ ഒരു വേൾഡ് കപ്പ് ടീമിലോട്ടാണ്, വേൾഡ് കപ്പ് സ്ക്വാഡിലോട്ട് എത്തിയപ്പം അത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇന്ത്യൻ ടീമിൽ കിട്ടുക എന്നായിരുന്നല്ലോ എൻ്റെ ഡ്രീം മൊത്തം. അപ്പം കളിക്കുന്ന എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലോ. അതെ. അപ്പം അത് കിട്ടിയപ്പം ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഇന്ത്യ കളിച്ചതാണോ അതോ ഇപ്പോൾ ഈ കൊച്ചി ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയതാണോ, ഏതാണ് കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യം? രണ്ടും ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യം. കാരണം 2019 ഇന്ത്യ കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 120 പേരുടെ സെലക്ഷൻ ട്രയൽസ് ആയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു മലയാളി. അപ്പം പക്ഷെ അതിൽ നിന്ന് ലാസ്റ്റ് എനിക്ക് ഒരൊറ്റ വിക്കറ്റ് പോലും ഇല്ല സെലക്ഷൻ ട്രയൽസിലൊന്നും. കിട്ടണമെന്ന് ഭയങ്കര ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കിട്ടിയത് ഒരു ക്യാച്ചിലൂടെ. അപ്പോൾ ഞാൻ അതിനെ ഭയങ്കര സ്പെഷ്യലായിട്ട് തന്നെ കരുതുന്നത്. ഫീൽഡിങ്ങിലാണെന്ന് ശ്രദ്ധിക്കപ്പെട്ടത്. ഫീൽഡിങ് അല്ല, ബോളിങ് ഞാൻ നന്നായിട്ട് ചെയ്തു. എനിക്ക് വിക്കറ്റ് കിട്ടിയില്ലെന്നേ ഉള്ളൂ. അപ്പം ഈ പറയുന്ന പോലെ സെലക്ഷൻ ട്രയൽസ് ലാസ്റ്റ് ആയപ്പോൾ തന്നെ ഭയങ്കര പ്രഷറായി. എല്ലാവരും പുറത്ത് പറയാൻ തുടങ്ങി വിക്കറ്റിന് ട്രൈ ചെയ്യണം, വിക്കറ്റ് ഇല്ല, വിക്കറ്റേ സെലക്ടേഴ്സ് നോക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരു ചിന്ത അത് തന്നെയാണല്ലോ, സെലക്ടേഴ്സ് വിക്കറ്റാണല്ലോ കൂടുതൽ നോക്കുക. പക്ഷെ ഞാനെപ്പോഴും എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കുഴപ്പമില്ല, വിക്കറ്റ് നോക്കാൻ പോയാൽ ചിലപ്പോൾ അടി കിട്ടും. അപ്പം എറിഞ്ഞുകൊണ്ടിരിക്കാം, അപ്പം വിക്കറ്റ് കിട്ടുമായിരിക്കും എന്നുള്ള വിശ്വാസം എറിഞ്ഞുകൊണ്ടിരുന്ന ലാസ്റ്റ് ഓവറിലും വിക്കറ്റ് കിട്ടിയില്ല. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി സത്യത്തിൽ. കാരണം സെലക്ഷൻ ട്രയൽസ് ആണല്ലോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫീൽഡിങ് ലാസ്റ്റ് ഓവർ കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന ഫീൽഡിങ്ങിലാണ് ഇതുപോലെ ഞാനിങ്ങനെ മനസ്സിൽ തന്നെ പറയും ഒരു ക്യാച്ച് നല്ലത് വന്നായിരുന്നെങ്കിൽ എടുത്ത് കാണിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിന്ന സമയത്ത് തന്നെ ഒരു ക്യാച്ച് വന്നു മിഡ് വിക്കറ്റിൽ. ഞാനത് ചാടി 1 ഹാൻഡഡിൽ എടുത്തു. 6 കൊണ്ടായിരുന്നു, പക്ഷേ എടുത്തു. അപ്പം തന്നെ എനിക്ക് ഉറപ്പായി ഞാൻ സെലക്ട് ആയെന്നുള്ള കാര്യം. അപ്പം നന്നായിട്ട് ബോൾ ചെയ്ത് തന്നെ ഫീൽ ചെയ്തു. അപ്പം ആ ക്യാച്ച് തന്നെയായിരുന്നു സെലക്ഷൻ കിട്ടാൻ വലിയൊരു കാരണമായത്. കേരള ക്രിക്കറ്റ് ലീഗ് കിട്ടിയെന്ന് പറഞ്ഞതും അതും ഈ പറയുന്ന പോലെ അതിന് തുല്യം തന്നെയാണ്, അത് സന്തോഷം തന്നെയാണ് തരുന്നത്. കാരണം ഞാൻ ഇത്രയും നാളും കളിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നോർമൽ ക്രിക്കറ്റ് ടീം അല്ലെങ്കിൽ നോർമൽ കേരള ടീമിൽ കളിക്കണമെന്നോ IPL കളിക്കണം എന്നൊക്കെ ആഗ്രഹത്തോട് ഇപ്പോഴും കളിക്കുന്നത്. അപ്പം ഇപ്പോൾ ഈ KCL കിട്ടിയത് അതിനൊരു ആ ഒരു അംഗീകാരമായിട്ട് കാണുന്നു. കൊച്ചി ടീമിലെ അനീഷിൻ്റെ റോൾ എന്തായിരിക്കും പ്രതീക്ഷിക്കുന്നത്? ഞാനൊരു ഇമ്പാക്ട് ബോളറായിട്ടായിരിക്കും മോസ്റ്റ്ലി വരാൻ ചാൻസ്. ഫസ്റ്റ് 11 അനീഷിന് ചാൻസ് കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും അനീഷ് തെളിയിക്കാൻ ശ്രമിക്കുക? ഒന്നുമില്ല, ഇപ്പോഴത്തെ T20 ക്രിക്കറ്റിൽ ഡോട്ട് ബോൾസ് എറിയുക, അതാണ്. വിക്കറ്റിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ മാച്ചിൻ്റെ സിറ്റുവേഷൻ പോലെ ഇരിക്കും. ഈ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയപ്പോഴേ അനീഷിൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്ന കാര്യം എന്താ? ആദ്യം കടന്നു വരുന്ന KCL കിട്ടുമ്പോൾ IPL കളിക്കണമെന്ന്. അതെ. നമ്മളെപ്പോഴും ഓരോ സെലക്ഷൻ കിട്ടുമ്പം അടുത്ത ലെവൽ എന്താണോ അങ്ങോട്ട് എത്തുക എന്നുള്ളതാണല്ലോ പിന്നെ ഉള്ളൊരു ലക്ഷ്യം. അപ്പം അങ്ങനെ തന്നെയാണ് ചിന്തിക്കാറ്. ഇപ്പം ചിലപ്പോൾ ഒരു 80 ബോളിൽ 100 അടിക്കുന്ന ആയിരിക്കില്ല, ചിലപ്പോൾ ഒരു 10 ബോളോ 30 അടിച്ച് കളി ജയിപ്പിക്കുന്ന ആളായിരിക്കും. ഇപ്പോൾ സയ്യിദ് മുഷ്താഖിലയിലൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഇവിടുന്നും ഒരു IPL എത്തിയേക്കുന്നവരൊക്കെ ഇപ്പോൾ ഒരു ഇമ്പാക്റ്റാണ് കാര്യം. അപ്പം ആ ഒരു ഇമ്പാക്റ്റ് ഏത് രീതിയിലാണെങ്കിലും കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ ആണ് ശരിക്കും സെലക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം ഇപ്പം നമുക്കാണേലും ആ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ സെലക്ഷൻ ഉണ്ടാവും. ഇതുവരെയുള്ള ഒരു കരിയറിലെ അനീഷ് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആരോടാണ്? ഇപ്പോൾ ചേട്ടനോടും എൻ്റെ ഫാമിലിയോടുമാണ് ഏറ്റവും ഒരു കടപ്പാടുള്ളത്. കാരണം അവൻ ആണ് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് സെലക്ഷൻ കിട്ടുന്നത് 29ാമത്തെ വയസ്സിലാണ് ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടുന്നത്. പക്ഷേ ഞാൻ എൻജിനീയറിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ കൊല്ലം ഇതുപോലെ ജോലി, ഇപ്പോൾ വീട്ടിലെ ഒരു പ്രഷറും എല്ലാവരുടെയും വീട്ടിലുണ്ടാവില്ല. പക്ഷേ ആ ഒരു കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്തതും എല്ലാം അവൻ കളിക്കട്ടെ, അവൻ്റെ
ഡ്രീമിന് പുറകെ പോകട്ടെ, അവൻ അവിടെ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ തിരിച്ചു വരാം, അവനായിട്ട് തിരിച്ചു വരട്ടെ എന്നുള്ളൊരു എൻ്റെ വീട്ടിലെ കോൺഫിഡൻസും ആ ഒരു സപ്പോർട്ടൊക്കെ കൊടുത്തത് അവനാണ്. അപ്പോൾ ഞാൻ നോർമൽ ഈ ഡിഫറെൻ്റ് ലേബിൾ ഇന്ത്യൻ ടീമിൽ കളിച്ചാൽ പോലും എനിക്കൊന്നും ഇപ്പം നേരത്തെ അവനോടാ ചോദിച്ചെങ്കിൽ പറഞ്ഞു എന്നെ KCL കിട്ടിയതാണ് സന്തോഷം എന്ന്. കാരണം അവനാണ് എപ്പോഴും നോർമൽ ക്രിക്കറ്റിൽ തന്നെ കളിക്കണം എന്നുള്ളൊരു പറയാറ്. കയ്യില്ല എന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ഫാമിലിയും എൻ്റെ എല്ലാവരും എന്നെ ട്രീറ്റ് ചെയ്ത് കൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ. അപ്പം എനിക്ക് അങ്ങനെ ഒരു തോന്നലേ ഇല്ല. അപ്പം ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങളോട് ശാന്തിഗ്രാം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്, ഇടുക്കി പാറമേല ശാന്തിഗ്രാം എന്ന് പറഞ്ഞ ചെറിയ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരു പള്ളിയുടെ ഗ്രൗണ്ടിലാണ് കളിക്കുന്നത്, ചെറിയ ഗ്രൗണ്ട്, വോളിബോൾ കോർട്ടിൻ്റെ അത്രയുള്ളൂ. അപ്പോൾ ഞങ്ങളൊരു 6-7 പേരെ എപ്പോഴും സ്ഥിരമായിട്ട് ഉണ്ടാവാറുള്ളൂ. എല്ലാം നമ്മുടെ കസിൻസും പിന്നെ അടുത്തുള്ളവരും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. എല്ലാവരും തമ്മിൽ ഭയങ്കര വാശി കളിയാണ്. ഈ ഏട്ടൻ്റെ സപ്പോർട്ട് നേരത്തെ പറഞ്ഞു, ഈ പേരൻസിൻ്റെയൊക്കെ സപ്പോർട്ട് എങ്ങനെയാണ് ഈ കളിയിലേക്ക് വരാൻ? പപ്പ ഭയങ്കര പാഷനേറ്റാണ് സ്പോർട്സിൽ, എല്ലാ കളി ഇരുന്ന് കാണും, ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറയും. വീട്ടിൽ പണ്ട് TV ഉള്ള സമയത്ത് ക്രിക്കറ്റൊക്കെ നടക്കുമ്പോൾ ചേച്ചി അമ്മ എല്ലാവരും ഉൾപ്പെടെ ഒന്നിച്ചിരുന്ന കളിയൊക്കെ കാണാറ്. അപ്പോൾ സ്പോർട്സിനോട് എല്ലാവർക്കും ഭയങ്കര ഒരു, ഞാൻ കളിക്കാൻ പോയതാണെങ്കിലും ഭയങ്കര താല്പര്യമാണ്. ഓരോ ബോൾ ഫേസ് ചെയ്യുമ്പോൾ ഞാൻ 1 ബോൾ അറ്റ് എ ടൈം അങ്ങനെ തന്നെ നിൽക്കാറ്. ഇപ്പം കൂടുതൽ ബാറ്റ് ചെയ്യുമ്പം നേരത്തെ മെഡിറ്റേറ്റ് ചെയ്ത് ഇങ്ങോട്ടടിക്കണം എന്നൊക്കെ വെക്കാറുണ്ട്. പക്ഷേ ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരാൾ കളിയിലേക്ക് വരുമ്പോൾ അങ്ങനെ പിന്തിരിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചിരുന്നു? അങ്ങനെ ഇതിൽ അധികം പോയാൽ നേട്ടങ്ങൾ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ? ഞാൻ ആദ്യം ഈ ക്യാമ്പിൽ ചെന്നപ്പോൾ മാതൃഭൂമി കോസ്കോടെ ക്യാമ്പിലാണ് ആദ്യം വന്നത്, ബാലേന്ദ്ര സാറിൻ്റെ. അപ്പോൾ ആദ്യം ഞാൻ തൊടുപുഴയിലെ ക്യാമ്പ്, എൻ്റെ വീട് ചെറുതോണിയില്ല. അപ്പോൾ ഞാൻ തന്നെയാണ് പോയത് 10ാം ക്ലാസ്സിൻ്റെ അവധിക്ക്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ എടുത്തില്ല. കളിക്കാൻ പറ്റുമോ, പാടായിരിക്കുന്നത്, സ്റ്റിച്ച് ബോളാണ്. ഞാൻ സ്റ്റിച്ച് ബോളും കളിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ ക്രിക്കറ്റ് കളിക്കണതാണ്, എനിക്ക് കളിക്കണം എന്നൊക്കെ വാശി പിടിച്ചപ്പം പുള്ളി പറഞ്ഞു ആരെങ്കിലും ഉണ്ടെങ്കിലേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു, ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും. അപ്പം പിന്നെ എൻ്റെ പപ്പയുടെ അനിയൻ്റെ വൈഫ് കുഞ്ഞമ്മ അവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞമ്മ പെട്ടെന്ന് തൊട്ടടുത്തായിരുന്നു, അവിടുന്ന് വന്നു. പിന്നെ അവിടെ കുറേ പാരൻസൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അവരെല്ലാം കൂടി പറഞ്ഞ് പിന്നെ എന്നെ ക്യാമ്പിലെടുത്ത് കഴിഞ്ഞ് പിന്നെ ആ ക്യാമ്പിൽ ഒരു ബെസ്റ്റ് ബോളറായിട്ട് തിരഞ്ഞെടുത്തു തന്നെ. എത്ര വയസ്സിലായിരുന്നു? 15ാമത്തെ വയസ്സിൽ. ഇതിൽ ഞാൻ ഫാസ്റ്റ് ബോളറായിട്ടാണ് ക്യാമ്പിൽ പോയത്. 3 ദിവസം കഴിഞ്ഞിട്ട് ആണ് ലെഫ്റ്റ് ഹാഫ് സ്പിന്നർ ആയത്. സ്പിന്നേഴ്സ് ആരും ഇല്ലാത്തപ്പം ചുമ്മാ ബോൾ തന്ന ബോൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചെയ്തപ്പം ഒരു മെയിൻ പ്ലെയർ ബാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആളുടെ വിക്കറ്റ് കിട്ടി, ബൗൾഡായി. സാറത് ബാക്കിൽ നിന്ന് കണ്ട് സാറ് പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു ഇനി ലെഫ്റ്റ് ഹാഫ് സ്പിന്നർ എറിഞ്ഞാൽ മതി, ഫാസ്റ്റ് ബോളിങ് എറിയണ്ട എന്നുള്ള ഇതിനങ്ങനെ ലെഫ്റ്റ് ഹാഫ് സ്പിന്നർ ആയത്. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കൂടുതലും മൈൻഡ് സെറ്റിലാണ് കാര്യം എന്ന് തന്നെയാണ്. അപ്പം എപ്പം ബാറ്റ് ചെയ്യാൻ പോയാലും ബോൾ ചെയ്യാൻ പോയാലും ഒരു ഡോമിനേറ്റിംഗ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഡിഫറൻ്റ് വേൾഡ് കപ്പ് കളിക്കുമ്പോഴത്തേനും കോച്ച് സുലക്ഷൻ കുൽക്കർണി സാറായിരുന്നു, മുംബൈ രഞ്ജി ട്രോഫി ടീമിൻ്റെ കോച്ചായിരുന്നു. അപ്പോൾ ആള് വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് ഇട്ടതെന്ന് പറഞ്ഞാൽ ടീമിലെ ഏറ്റവും നല്ല ഫീൽഡേഴ്സിൽ ഒരാളാണ്, ടീം മാനാണ്, നല്ല ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ബാറ്റ് ചെയ്യും, കുറേ ഒരു മെസ്സേജ് ഇട്ടു. എനിക്ക് ഭയങ്കര കാര്യമായ മെസ്സേജ്. പക്ഷേ അതിനകത്ത് സാർ ഒരിക്കലും നല്ല ബോളറാണെന്ന് പറഞ്ഞില്ല. ഏറ്റവും കോറ് ബോളിംഗ് ആയതുകൊണ്ട് തന്നെ ബോളിങ്ങിലാണ് കൂടുതൽ നമ്മൾ ചലഞ്ച് തോന്നാറ്. ബാറ്റിങ്ങിലും ഫീൽഡിങ്ങിലൊട്ടും ബുദ്ധിമുട്ട് തോന്നാറില്ല. ഫീൽഡിങ് എപ്പോഴും ഞാൻ ഭയങ്കര എങ്ങനെ അടിച്ചാലും പിടിക്കണം, അല്ലെങ്കിൽ ആരെയും എൻ്റെ അടുത്ത് അടിച്ചിട്ട് റൺ ഓടാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഫീൽഡ് ചെയ്യാറ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊന്ന് ക്രിക്കറ്റും അല്ലെങ്കിൽ ഏത് സ്പോർട്സ് ആണെങ്കിലും മൈൻഡ് സെറ്റിലാണ് കാര്യം എന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. കോളേജ് പഠനകാലത്തെ ഈ പഠനവും ക്രിക്കറ്റും അതെല്ലാം കൂടി എങ്ങനെയാണ് ഒന്നിച്ച് കൊണ്ടുപോയത്? നടന്നില്ല. അത് ഞാൻ പറഞ്ഞത് 2008 എൻജിനീയറിംഗ് ജോയിൻ ചെയ്തു. ഫസ്റ്റ് ഇയർ ലാസ്റ്റ് ആയപ്പോഴായിരുന്നു അണ്ടർ 19 സെലക്ഷൻ. അപ്പം എനിക്ക് സെലക്ഷൻ കിട്ടി. പക്ഷേ കോളേജിൽ നിന്ന് അന്ന് സമ്മതിച്ചില്ല. എൻജിനീയറിങ്ങിന് അറ്റൻഡൻസ് 75% നിർബന്ധമാണ്. പക്ഷെ ഞാൻ കളിക്കാൻ പോയി. അപ്പം ആ കൊല്ലം അണ്ടർ 19 സോൺ കിട്ടി. ആ കൊല്ലം ഞാൻ ഇയർ ബാക്കായി. 3rd സെമസ്റ്ററിൽ വീണ്ടും ഒരു വർഷം പോയിട്ട് വീണ്ടും 3rd സെമസ്റ്ററിൽ വീണ്ടും ജോയിൻ ചെയ്തു. അപ്പോൾ ആ ഒരു വർഷം ഞാൻ ബ്രേക്ക് വന്ന് 6 മാസം പോയി തൃപ്പൂണിത്തുറയിൽ ജോയിൻ ചെയ്തു, കളിച്ചു. പിന്നെ എൻജിനീയറിങ് കഴിയുന്നവരെ ക്രിക്കറ്റ് പ്രൊഫഷണലി ഉണ്ടായില്ല. കോളേജിന് വേണ്ടി കളിച്ചു. കോളേജ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനൊക്കെ ആയിരുന്നു. ഫുട്ബോൾ ടീം എല്ലാ ടീമിലും ഉണ്ടായിരുന്നു. അപ്പം പിന്നെ കോളേജ് ടീം ഏതെങ്കിലും കപ്പൊക്കെ അടിച്ചിരുന്നു അന്ന്? കോളേജ് കപ്പടിച്ചു. കോളേജിൽ ക്രിക്കറ്റ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് കപ്പടിച്ചത് ഞാൻ ക്യാപ്റ്റനായ വർഷം
MG യൂണിവേഴ്സിറ്റിയുടെ ടൂർണമെൻറ്റ്, എല്ലാ യൂണിവേഴ്സിറ്റി ടൂർണമെൻ്റ് ഉണ്ടല്ലോ, യൂണിവേഴ്സിറ്റിയുടെ ലാസ്റ്റ് 8 നമ്മൾ നോക്കൗട്ടിലെത്തി. എഞ്ചിനീയറിംഗ് കോളേജസ് അങ്ങനെ ലാസ്റ്റ് 8 നോക്കൗട്ടിലെത്തുക റയറാണ്. CMS ആയിട്ടായിരുന്നു ഫസ്റ്റ് കളി. CMS എന്ന് പറയാൻ അറിയാമല്ലോ, 6-7 പേര് സ്റ്റേറ്റ് കളിക്കുന്നവരുണ്ടെന്ന്. അപ്പോൾ അന്ന് നമ്മൾ തോറ്റുപോയി. പക്ഷേ ആ എത്തിയത് തന്നെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. പിന്നെ ആ കൊല്ലം നമ്മൾ RIT പോയി ഒരു ടൂർണമെൻറ്റ് കപ്പടിച്ചു. ആദ്യമായിട്ടൊരു ക്രിക്കറ്റിന് കപ്പടിക്കുന്നതൊക്കെ ആ കൊല്ലം. അന്ന് ഞങ്ങൾ ഫസ്റ്റ് കളിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞ പ്രിൻസിപ്പൾ തന്നെ ഞങ്ങൾക്ക് വലിയ ട്രീറ്റൊക്കെ ചെയ്തു ലാസ്റ്റ് ഇയർ ആയപ്പോൾ. ഇതുവരെയുള്ള ലൈഫിലെ അനീഷിന് ഏറ്റവും കൂടുതൽ അഭിമാനം നൽകുന്നത് എന്താണ്? എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം നൽകുന്നത് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇട്ടിട്ട് പോയില്ല ക്രിക്കറ്റിനെ. അതാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഒരിക്കലും ഇപ്പം ഇന്ത്യ കിട്ടിയപ്പോഴാണെങ്കിലും ഓക്കെ ഞാൻ എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്തു എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞത് ഞാൻ നോർമൽ ക്രിക്കറ്റ് കളിക്കാനാണ് ഡ്രീം ചെയ്തത്. അപ്പം ഇപ്പോഴും ക്രിക്കറ്റിനെ ഇട്ടിട്ട് പോയിട്ടില്ല, അതാണെന്ന് തോന്നുന്നു. സാധാരണ ഈ കളിക്കുന്നവരൊക്കെ ഈ കളിയൊക്കെ കൊണ്ടുപോയി പിന്നെ ഒരു സ്പോർട്സ് കോട്ടയിൽ വല്ല നിയമനങ്ങൾക്കൊക്കെ ആയിരിക്കും ശ്രമിക്കുക. അനീഷ് അതിനൊന്നും ശ്രമിക്കാതെ കളിയായിട്ട് തന്നെ മുന്നോട്ട് പോയി. എനിക്ക് 2019 വേൾഡ് കപ്പ് കഴിഞ്ഞ് പിന്നെ കോവിഡായിപ്പോയി. അതുകൊണ്ടാണ് നമുക്ക് കുറേ സീരീസൊക്കെ പോയി. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഇന്ത്യ കുറേ ടൂർണമെൻറ്റ്സൊക്കെ വന്നേനെ. പക്ഷെ ഞങ്ങളുടെ ആ വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോഴാണ് കോവിഡ് വന്നത്. 2 വർഷം പിന്നെ കളിയൊന്നും നടന്നില്ല. അപ്പം പക്ഷെ ഞാൻ ആ വേൾഡ് കപ്പ് കഴിഞ്ഞ് ഇവിടെ 2021 S36 ജോയിൻ ചെയ്തു. അപ്പോൾ എനിക്ക് പക്ഷേ ആ വർഷം EY ഇവിടുത്തെ ഏൺസ്റ്റ് ആൻഡ് യങ് വേൾഡ്സിലെ ബിഗ്ഗസ്റ്റ് 4 കമ്പനീസിലൊന്നാണ്. അപ്പം എനിക്ക് അങ്ങോട്ട് ജോലി കിട്ടി. പക്ഷെ ഞാൻ ഒരു 2-3 months മുമ്പ് 4-4.5 വർഷം ജോലി ചെയ്തു. EY നല്ല സ്ഥലമായിരുന്നു, ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. കളിക്കാനൊക്കെ EYക്ക് വേണ്ടി കളിക്കാനും കുറേ ടൂർണമെൻറ്റ്സും ഒക്കെ സാധിച്ചു. പക്ഷെ അപ്പോഴും എനിക്ക് ഈ പറഞ്ഞ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റ് കുറച്ച് മിസ്സാവുന്നുണ്ടെന്നൊരു ഫീലായി. അപ്പം ജോലി ഭയങ്കര ഈസി ആയിരുന്നു, ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരു 2-3 months മുമ്പ് ക്വിറ്റ് ചെയ്തു. NSK നടക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് കളിക്കണം എന്നുണ്ട്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞു. ഈ വർഷം NSK സെലക്ഷൻ ട്രയൽസിന് പോയി, കിട്ടി. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് കളിച്ചുകൊണ്ടിരിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ വരും എന്നാണ് വിശ്വസിക്കുന്നത്. ചിലപ്പോൾ സമയം രാജ്യത്തിന് വേണ്ടിയിട്ട് വേൾഡ് കപ്പ് നേടിയിട്ടും 6 വർഷം കഴിഞ്ഞിട്ടും അനീഷിന് വേണ്ടത്ര അംഗീകാരങ്ങളോ അതൊന്നും കേരളത്തിൻ്റെ സൈഡിൽ നിന്ന് പോലും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? കിട്ടിയിട്ടില്ല. കാരണം 19 വേൾഡ് കപ്പ് കളിച്ചിട്ട് ഇപ്പോൾ 7 വർഷമായി. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും അങ്ങനെ ആരും കുറ്റം അങ്ങനെ ചിന്തിക്കാറില്ല ഞാൻ. അപ്പം ഇപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ ജോലി എന്നുള്ള കാര്യമല്ല, എനിക്ക് ക്രിക്കറ്റാണ് വലിയത്. അപ്പം ഈ ക്രിക്കറ്റിന് വേണ്ടിയിട്ട് ജീവിതത്തിൽ നഷ്ടപ്പെടുത്തേണ്ടി വന്ന അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ക്രിക്കറ്റിന് വേണ്ടി ഇപ്പോൾ ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ചു. ഇപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ 2019 ആ സമയം വരെ ഞാൻ ക്രിക്കറ്റ് മാത്രം കളിച്ച് നടക്കുമായിരുന്നു. കാരണം പാർട്ട് ടൈമായിട്ട് അമ്പയറിങ് അല്ലെങ്കിൽ സ്കോറിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ അതിൻ്റെ ഇപ്പോൾ ഈ ജോലി കിട്ടി, ജോലി ഉപേക്ഷിച്ചു ക്രിക്കറ്റിന് വേണ്ടിയിട്ട്. ഇനി അനീഷിന് ജീവിതത്തിൽ നേടണമെന്ന് വിചാരിക്കുന്ന വലിയൊരു ആഗ്രഹം എന്താ? എനിക്കൊരു 3-4 അല്ലെങ്കിൽ ഒരു 5 years കൂടെ കളിക്കണം. അതിൻ്റെ ഉള്ളിലൊരു T20 വേൾഡ് കപ്പ് 2 കൂടെ വന്നാൽ, ഡിഫറെൻ്റ് ലേബിൾ 2 വേൾഡ് കപ്പും കൂടെ വന്നാൽ 2 വേൾഡ് കപ്പ് കളിക്കണം. പാരാലിമ്പിക്സിലൊക്കെ ക്രിക്കറ്റ് വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഒളിമ്പിക്സ് വന്നാൽ പാരാലിമ്പിക്സിലും വരുമായിരിക്കും. അപ്പോൾ ഇത് BCCIയുടെ അണ്ടറിലോട്ടൊക്കെ വരിക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഡ്രീം. അപ്പം ചിലപ്പോൾ നമ്മളൊക്കെ കളിച്ച് കഴിയുമ്പോഴായിരിക്കും ഇത് ഇപ്പം വിമൻസ് ക്രിക്കറ്റ് പോലെ വരുന്നത്. പക്ഷേ അത് ഭാവിയിലാണെങ്കിലും വരട്ടെ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മാക്സിമം ഡിഫറെൻ്റ് ലേബിൾ ക്രിക്കറ്റിനെ പ്രൊമോട്ട് ചെയ്യുക. ഒരുപാട് വർഷം കോച്ച് ചെയ്താലേ നമുക്ക് ഒരു നല്ല കോച്ചായി മാറാൻ പറ്റുള്ളൂ എന്നുള്ള വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ അതും സൈഡ് വൈസായിട്ട് ചെയ്ത് ഒരു ഫ്യൂച്ചറിൽ കളി നിർത്തി കഴിഞ്ഞാൽ ഒരു നല്ലൊരു കോച്ചായിട്ട് മാറണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. ഈ ക്രിക്കറ്റിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട താരം അല്ലെങ്കിൽ റോൾ മോഡലായിട്ടുള്ള ഒരു താരം അതാരാ? സച്ചിൻ തെണ്ടുൽക്കർ. ഷെയ്ൻ മോൺ ബോളിങ്ങിൽ ഷെയ്ൻ മോണാണ് ഏറ്റവും ഇഷ്ടം. ഈ കേരളത്തിലെ പ്ലേയേഴ്സ് ആരെങ്കിലും അങ്ങനെയുണ്ടോ? സച്ചിൻ ബേബി, ശ്രീശാന്തുമാണ് മെയിനായിട്ട് പറയേണ്ടത്. കാരണം എനിക്ക് സച്ചിനെയാണ് ആദ്യം തൊട്ട് അറിയാവുന്നത്. കാരണം അണ്ടർ 17 തൊട്ട് ഒന്നിച്ച് കളിക്കുന്നതും, കാരണം ഞങ്ങൾക്ക് ഇടുക്കിക്കാർക്ക് എന്ന് പറഞ്ഞാൽ സച്ചിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വികാരമാണ്. കാരണം നമുക്ക് പണ്ട് കളിക്കുമ്പോഴൊക്കെ ആകെ പ്രൊഫഷണലി ക്രിക്കറ്റ് കളിക്കുന്ന ഒരേ ഒരാൾ നമുക്കറിയാവുന്ന സച്ചിൻ ബേബിയാണ്. പിന്നെ ശ്രീബായിനെ ശ്രീശാന്തിനെ അറിയാം. പക്ഷേ ശ്രീബായിനെ ഇവിടെ S36 ജോയിൻ ചെയ്തതിനെ ഞാൻ കൂടുതൽ അടുത്തത് സംസാരിക്കാനൊക്കെ സാധിച്ചത്. ഇത്രയും ആൾക്കാർ ഇൻസ്പയർ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ തന്നെ ഓർക്കും എന്തിനാണ് ശ്രീബായി നമ്മളെക്കുറിച്ചൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പറയണമെന്നൊക്കെ നമ്മൾ തന്നെ ആലോചിക്കും. പക്ഷേ ഒരാളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതും
നമുക്കറിയാലോ, സഞ്ജു ഒക്കെ തന്നെ പറയുന്നറിയാം. അത്രയ്ക്കും ഒരു നെറ്റ്സിൽ വന്ന അത്രയ്ക്കും യങ്സ്റ്റേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു ആളാണ്. പിന്നെ ടിനിച്ചേട്ടനുണ്ട്. അങ്ങനെ എല്ലാ കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ക്രിക്കറ്റ് പ്ലേയേഴ്സൊക്കെ ആയിട്ട് സീനിയർ കളിക്കുന്ന എല്ലാവരെയും അറിയാം. അപ്പോൾ എല്ലാവരും വേൾഡ് കപ്പ് കളിച്ചതിലും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും ജീവിതത്തിൽ KCL നിന്ന്. ഉറപ്പായിട്ടും എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു.